നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രണ്ട് സിനിമാക്കാർ, അതിലൊരാൾ സംവിധായകനാണ്, ഒരാൾ യുവ നടനാണ്. സംവിധായകൻ്റെ പേര് ആഷിഖ് അബു എന്നാണ്, യുവ നടൻ്റെ പേര് നിവിൻ പോളി എന്നാണ്. രണ്ടു പേർക്കെതിരെയും രണ്ട് തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. ആദ്യത്തെ ആൾക്കെതിരെ, അതായത് നിവിൻ പോളിക്കെതിരെ വന്നത് പീഡന പരാതിയായിരുന്നു. പീഡന പരാതി ഇവിടെയുള്ള മാധ്യമങ്ങളെല്ലാം അത് വാർത്തയാക്കിയപ്പോൾ മുതൽ നിവിൻ പോളി എപ്പോൾ പ്രതികരിക്കും എന്നറിയാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഒട്ടും താമസിച്ചില്ല. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പത്രസമ്മേളനം വിളിക്കുന്നു. ആർജവത്തോടെ, ഒട്ടും ലെവലേശം കൂസലില്ലാതെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ നേരിടുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുന്നു. അന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ നേരിട്ട ആ രീതി, അദ്ദേഹം സംസാരിച്ച ആ ശൈലി, ഇതൊക്കെ കാണുന്ന ബഹുഭൂരിപക്ഷം മലയാളിക്ക് മനസ്സിലായി നിവിൻ പോളി ആ കേസിൽ നിരപരാധിയാണെന്ന്. കാരണം സാധാരണ ഇതുപോലെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആരും ഒന്ന് തകർന്നു പോകുന്നതാണ്. പ്രത്യേകിച്ചും അത് ആരോപണത്തിൽ ഏതെങ്കിലും അറിഞ്ഞോ അറിയാതെയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ആൾ തകർന്നു പോവും, പെട്ടെന്നൊന്നും മീഡിയയുടെ മുന്നിൽ വരത്തില്ല. പക്ഷേ നിവിൻ പോളിക്ക് അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിൽ വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ കാര്യത്തിലും അത് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒട്ടും കൂസാതെ മാധ്യമപ്രവർത്തകരെ നേരിടാൻ പറ്റി. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിച്ചു. തുടർന്ന് പിന്നീടുള്ള മണിക്കൂറുകളിൽ, പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന നടിമാർ അടക്കമുള്ളവർ വന്നിട്ട് ഈ അതിജീവിത എന്നിപ്പം നമ്മൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഇത്തരം ഇരകളുണ്ടല്ലോ, ഇരകളാണ് എന്ന് നടിച്ച് നിൽക്കുന്ന, യഥാർത്ഥത്തിലുള്ള ഇരയൊന്നും ആയിരിക്കില്ല, ഇരയാണ് എന്ന് നടിച്ച് നിൽക്കുന്ന ആ സ്ത്രീ പറഞ്ഞ സമയത്ത് നിവിൻ പോളി വിദേശത്തായിരുന്നില്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു, വിദേശത്ത് വെച്ചതാണ് ഈ പീഡനം നടന്നത് എന്നാണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സിനിമയുടെ സെറ്റിലായിരുന്നു എന്നു വിനീത് ശ്രീനിവാസൻ തന്നെ ആദ്യം പറയുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചിരുന്ന മറ്റൊരു നടി, പാർവതി എന്നു പേരുള്ള മറ്റൊരു നടി, എൻ്റെ കൂടെ അന്ന് ഷൂട്ടെടുക്കാൻ ഉണ്ടായിരുന്നു അതേ സമയത്ത് എന്നൊക്കെ പറഞ്ഞ് ഓരോ തെളിവുകൾ വരികയാണ്. തെളിവുകളെല്ലാം പുറത്തേക്ക് വന്നപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച നടി പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറയുന്നു, അന്ന് ഞാൻ തീയതി തെറ്റായിട്ടാണ് പറഞ്ഞത്, ഉറപ്പിച്ചായി പോയി എന്ന് പറഞ്ഞു. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, നിയമവശങ്ങളും മറ്റുമൊക്കെയാണ്. ഞാൻ പറഞ്ഞ രണ്ട് സിനിമാ പ്രവർത്തകരുടെ കാര്യമാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒന്ന് ആഷിഖ് അബു, ഒന്ന് നിവിൻ പോളി. നിവിൻ പോളിക്കെതിരെ വന്ന ആ ആരോപണം അദ്ദേഹം നേരിട്ട ശൈലിയാണ് ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത്. അദ്ദേഹം അവിടെ ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണെന്നോ ഞാൻ ന്യൂനപക്ഷക്കാരനായതുകൊണ്ടാണെന്നോ എന്നെ തെരഞ്ഞു പിടിച്ച് ചിലർ ആക്രമിക്കുകയാണെന്നോ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തൻ്റെ നിരപരാധിത്വം അദ്ദേഹത്തിനെ കൊണ്ട് ആവുന്ന രീതിയിൽ മാധ്യമങ്ങൾ വഴി ജനങ്ങളോട് പറയുകയാണ് ഉണ്ടായത്. എന്നാൽ ആഷിഖ് അബു എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആഷിഖ് അബുവിനെതിരെ ഒരു ഗായിക തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ആഷിഖ് അബുവിൻ്റെ ഭാര്യയും അവരുടെ വീട്ടിൽ ലഹരി പാർട്ടികൾ നടത്താറുണ്ടെന്നും ഒരുപാട് പെൺകുട്ടികളെ അവർ ഈ ലഹരി കൊടുത്ത് നശിപ്പിച്ചിട്ടുണ്ടെന്നും ഉള്ള തരത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ആ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് സംഘപരിവാറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, BJP ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അവരിതിനു മുമ്പും പലർക്കെതിരെയും ആരോപണമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അവരെ വിശ്വസിക്കാമോ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ അതിന് മറുപടിയായിട്ട് ആഷിഖ് അബു പറഞ്ഞത്, അത് സിനിമയിലെ മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ ഈ സംഘപരിവാരം കൂട്ടരുമാണ് ഇങ്ങനെയുള്ളൊരു നരേറ്റീവ് കൊണ്ടുവരുന്നത്, ഇത് അവരുടെ സ്ഥിരം പണിയാണ്, കുറേ നാളായിട്ട് തുടങ്ങി എന്ന്. ഇവിടെയാണ് നമ്മൾ നിവിൻ പോളിയുമായിട്ട് ഇദ്ദേഹത്തിനെ താരതമ്യപ്പെടുത്തി നോക്കേണ്ടത്. നിവിൻ പോളിക്കെതിരെ ഏത് സൈഡിൽ നിന്നാണ് ആരോപണം വന്നതെന്ന് പോലും അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ സമയത്ത് മനസ്സിലായി കാണില്ല. എന്നിട്ടും അദ്ദേഹം വളരെ പക്വതയോടെ വന്ന് പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന തരത്തിലല്ല അദ്ദേഹം പറഞ്ഞത്, ഞാനത് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല ആ സ്ത്രീയെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, ഞാനൊരു സഖാവാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വ്യക്തി അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ തന്നെ പറയുന്നു, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്നെ സംഘപരിവാരം ടാർഗറ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൽ ആരായിരിക്കും സത്യം പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും കുറച്ചുകൂടെ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ കിട്ടുന്നത്. ഇവിടെ ആത്മവിശ്വാസത്തോടെ വന്ന ആരോപണത്തിന് മറുപടി പറഞ്ഞ് ആത്മവിശ്വാസത്തോടെ തന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിവിൻ പോളിയെ നമുക്ക് കണ്ണടച്ചും വിശ്വസിക്കാം. എന്നാൽ ഒരു ആരോപണം തൻ്റെ നേരെ വന്നപ്പോൾ ഉടനെ അതുവരെ ജാതിയും മതവും ഇല്ലാത്ത സഖാവായിട്ട് നടിച്ചിരുന്ന ആൾ പെട്ടെന്ന് പറയുന്നത്, ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ സംഘപരിവാരം ആക്രമിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കേരളത്തിലുള്ള എല്ലാ മലയാളികളും പൊട്ടന്മാരാണ് എന്ന് കരുതണോ? എന്താ, നമ്മളാരും അരിയാഹാരമൊന്നും കഴിക്കുന്ന ടീമുകളല്ലേ? അവിടെ എന്തിനാണ് അയാൾ മതം കൊണ്ട് വന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അയാൾ ഈ
പാർട്ടി നടത്തിയിട്ടില്ലെങ്കിൽ പാർട്ടി നടത്തിയിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയണം. അയാൾ ഒരു കാര്യം കൂടെ കടത്തി പറഞ്ഞു, എൻ്റെ സെറ്റിൽ ലഹരി ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല, സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടും ഇല്ല എന്ന് പറഞ്ഞു. എന്തൊരു പച്ചപ്പാവമാണെന്ന് നോക്കുക. ഇവിടെ എത്രയോ സിനിമാ നടന്മാരടക്കമുള്ളവർ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ചില യുവതാരങ്ങളുടെയൊക്കെ പല്ലുകൾ വരെ ദ്രവിച്ചു പോയത് അമിതമായിട്ടുള്ള ഈ ഇതുപോലുള്ള ഉപയോഗം കൊണ്ടാണെന്നും ഇപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റാർ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള യുവനടൻ, അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൂർവ്വകാലത്ത് ഞാൻ ഇതിൽ ശരിക്കും അഡിക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പല്ലുകളൊക്കെ നഷ്ടമാവും എന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനതൊന്നും ചെയ്യാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ ഈ സംഗതിയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും സിനിമാ സംവിധായകനായിട്ടുള്ള ആഷിഖ് കപൂർ പറയുന്നു, സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ സെറ്റിൽ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല എന്ന് പറയുന്ന അയാൾ തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് ഇടുക്കി ഗോൾഡ് എന്ന സിനിമ. എന്തായിരുന്നു അതിൻ്റെ കഥ? ഇടുക്കി ഗോൾഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ലഹരിയെ അവർ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. അത് ആ ലഹരി ഉപയോഗിച്ച് അതിനെ മറ്റൊരു തലത്തിലേക്ക്, അതിലെ കഥാപാത്രങ്ങൾ മറ്റൊരു കൊണ്ടുപോയിട്ട് അതിനെ വളരെ നോർമലൈസ് ചെയ്ത് ഇതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കേണ്ട സാധനമാണ്, മരുന്ന് പോലെ ഉപയോഗിക്കേണ്ട സാധനമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ആ സിനിമ വഴി ചെയ്തത്. ഒരുപാട് ആളുകളെ അത് തെറ്റിദ്ധരിപ്പിച്ചൊരു സിനിമയാണ്. ഒരുപാട് ആളുകളെ ഈ ലഹരിക്ക് പിന്നാലെ പറഞ്ഞു വിട്ട ഒരു സിനിമ കൂടിയാണ്. അപ്പോൾ അത്തരം ഒരു സിനിമ എടുക്കുക കൂടി ചെയ്തിട്ടുള്ള ആൾ പറയുന്നു, എനിക്കറിയില്ല, എൻ്റെ സെറ്റിൽ ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, സിനിമയിൽ ആരും ലഹരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പറയാം, ഈ രണ്ടുപേരെ വെച്ച് നോക്കുമ്പോൾ നിവിൻ പോളിയുടെ കൂടെ നമുക്ക് കട്ടയ്ക്ക് കൂടെ നിൽക്കാം, അയാൾ നിരപരാധി തന്നെയാണ്. പക്ഷേ ആ ആനുകൂല്യം ആഷിഖ് കപൂറിന് കൊടുക്കാൻ പറ്റത്തേയില്ല.